ടെക്സ്റ്റ് ടൂളാണ് നോക്കുന്നത്. ടെക്സ്റ്റ് ടൂള് ടി എന്നൊരു സിംബോളിക് ആയിട്ട് കാണും ഈ പെൻ ടൂളിന് അടുത്തായിട്ട്. അതാണ് ടെക്സ്റ്റ് ടൂൾ. അതിന്റെ ഷോർട്ട് കട്ടും ടി തന്നെയാണ്. നമ്മൾ മൂവ് ടൂൾ വി അടിച്ചു കഴിഞ്ഞാൽ മൂവ് ടൂൾ വന്നു. കീബോർഡിൽ ടി അടിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ടൂൾ വന്നു. ഓക്കെ. ഇപ്പൊ ടെക്സ്റ്റ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ആ ലൈന് മാത്രമായിട്ട് ഉണ്ടാവുക. ടെക്സ്റ്റ് ഇപ്പൊ ടൈപ്പ് ചെയ്താൽ ഒന്നും വരില്ല. എച്ച് എന്നൊക്കെ അടിക്കുമ്പോൾ വേറെ ഷോർട്ട് കട്ടിലേക്കാണ് പോകുന്നത്. വീണ്ടും ടി അടിച്ചു, ടെക്സ്റ്റ് വന്നു. എന്നിട്ട് മൗസിൽ ക്ലിക്ക് ചെയ്താലേ ഒരു കേഴ്സർ വരുള്ളൂ, ബ്ലിങ്ക് ചെയ്തിട്ട് കണ്ടാ. എന്നിട്ട് ടൈപ്പ് ചെയ്താലേ നമുക്ക് ടൈപ്പിംഗ് സ്റ്റാർട്ട് ആവുള്ളൂ. ഓക്കെ. ഇനി എനിക്ക് ഈ ടെക്സ്റ്റ് ടൂളിൽ നിന്ന് പുറത്ത് വരണം. കഴിഞ്ഞു, ഇതിന്റെ ആവശ്യം കഴിഞ്ഞു. ഇനി ഇതിനെ പുറത്ത് വരണം പറയുന്നത് നേരിട്ട് വേറെ ടൂളിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യാതെ നമുക്ക് പുറത്ത് വരണം പറഞ്ഞാൽ ഇപ്പൊ ടെക്സ്റ്റ് ടൂളിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് മൂവ് ടൂൾ വേണം. ഷോർട്ട് കട്ടിൽ വി അടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? വിന്ന് ഡിജിറ്റ് ലെറ്റർ ആയിരിക്കും ടൈപ്പ് ആവുക. എനിക്ക് വി ഷോർട്ട് കട്ട് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ പുറത്ത് വരണം പറഞ്ഞാൽ നമ്മളെ കീബോർഡിലെ ചെറിയ എൻ്റർ ഇല്ലേ, പുതിയ വേർഷനിൽ എസ്കേപ്പ് അടിച്ചാൽ മതി. ഈ ലാസ്റ്റ് കാണുന്ന ചെറിയ എൻ്റർ, വലിയ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് ജമ്പ് ആവും. ഓക്കെ. ചെറിയ എൻ്റർ അടിക്കുക. ചെറിയ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിന് പഴയ പോലെ പുറത്ത് വരും. ഇനി വി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂവ് ടൂൾ വരും. അതേപോലെ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ടെക്സ്റ്റ് വീണ്ടും ആ കേഴ്സർ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ടെക്സ്റ്റ് സെലക്ഷൻ ആയിട്ടുണ്ടാവും. ഇനി അതിനെ മൂവ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ മൂവ് ടൂൾ വരും. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് നീക്കിയാൽ മൂവ് ആകാൻ പറ്റും. ഓക്കെ. അതായത് നമുക്ക് മൂവ് ടൂളിൽ തന്നെ പോകണമെന്നില്ല. ടെക്സ്റ്റിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും. പുറത്ത് കുറച്ച് ഡ്രാഗ് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ മൂവ് ടൂളിൽ ഐക്കൺ വന്നു. എന്നിട്ട് നീക്കിയാൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ സിസ്റ്റത്തിൽ കയറി എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇതിൽ ടെക്സ്റ്റ് ടൂളിൽ എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചപ്പോൾ ചില സിറ്റുവേഷനിൽ എൻ്റർ അടിക്കുമ്പോൾ സാർ ഇത് ലൈന് കാണുന്നില്ല എന്നോ ലൈൻ അതിൻ്റെ കൂടെ ജോയിൻ്റ് ആയിരിക്കും എന്നൊക്കെ പറയും. അത് മുന്നേ ചെയ്ത ആൾക്കാർ എന്തെങ്കിലും സെറ്റിങ്സിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാവും. അതിനെന്ത് ചെയ്യണം പറയുന്നത്, ടെക്സ്റ്റ് ടൂൾ എടുത്ത് എന്തെങ്കിലും അങ്ങനെ എറർസ് വന്നാൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും, ക്യാരക്ടർ എന്ന് പറയും. അല്ലെങ്കിൽ വിൻഡോസിൽ ക്യാരക്ടർ എന്നുള്ള പാനൽ ഉണ്ടാവും. ഇതവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ വിൻഡോസിൽ പാനലിൽ പോവുക, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ആയിട്ട് ഇവിടെ പാനലിൽ ക്യാരക്ടർ എന്നുള്ള ഒരു പാനൽ ഉണ്ടെങ്കിൽ അതെടുക്കുക. 3 വഴിയുണ്ട്. 3 വഴിയിൽ ഏതെങ്കിലും നോക്കുക. എന്നിട്ട് ഇവിടെ ചെറിയൊരു ഏതടിച്ചാലും ഇതങ്ങനെ ഇതിലേക്ക് വരിക. അത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഇതന്നെ വരിക. വിൻഡോസിൽ പോയിട്ട് ക്യാരക്ടർ എടുത്താലും ഇത് തന്നെയാണ് ഓപ്പൺ ആവുക. ഓക്കെ. എന്നിട്ട് ഇവിടെ ചെറിയ ലൈൻസ് ഇല്ലേ, ഓപ്ഷൻസ്, അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റീസെറ്റ് ക്യാരക്ടർ എന്നുണ്ടാവും ഏറ്റവും താഴെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ റീസെറ്റ് ആവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എറർ ഉണ്ടെങ്കിൽ അത് പോകും. ഓക്കെ. എന്നിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുക. ഇപ്പം ഞാൻ ടെക്സ്റ്റ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ടൂൾ നോക്കാനുള്ള ഓപ്ഷൻ ബാറിലാണ്. ടെക്സ്റ്റ് എന്നുള്ള ടൈപ്പ് ചെയ്തു. ഫസ്റ്റ് കാണുന്നത് ടെക്സ്റ്റിൻ്റെ സ്റ്റൈലാണ്, ഫോണ്ട് സ്റ്റൈൽ. ഡിഫറെൻറ്റ് ഫോണ്ട് സ്റ്റൈൽ ഉണ്ടാവും. നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഫോണ്ടിൻ്റെ സ്റ്റൈൽ ഉണ്ടാവും. എല്ലാ കമ്പ്യൂട്ടറിലും ഒരേപോലെ ആയിരിക്കില്ല. അഡീഷണൽ ഫോണ്ട് പുറത്തുനിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ടുണ്ടാവും. ഓക്കെ. ഇതിന് ഞാൻ കുറച്ച് മലയാളം ഫോണ്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ചിലപ്പോൾ ലാബിലെ സിസ്റ്റത്തിൽ മലയാളം ഫോണ്ട് ഉണ്ടാവില്ല. അപ്പോൾ മലയാളം ഫോണ്ട് കിട്ടണം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഗൂഗിളിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തിട്ട് മലയാളം ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യണം. കേട്ടോ. അപ്പോൾ ഇതിൽ മലയാളം ഫോണ്ട് ഉണ്ടല്ലേ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കാണുന്നത് ഫോണ്ടിന്റെ സ്റ്റൈല്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോണ്ട്സ് ഉണ്ടാവും. രണ്ടാമത് കാണുന്നത് ഫോണ്ടിന്റെ ഫാമിലി പറയും. അതായത് ഇപ്പോൾ മലയാളം എന്നുള്ളതിൽ തന്നെ ആ ഫോണ്ടിൽ തന്നെ റെഗുലർ, ഇറ്റാലിക്, ബോൾഡ് ഉണ്ട്. കണ്ടാ. ഇറ്റാലിക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചരിഞ്ഞു, ബോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ബോൾഡ് കനം വന്നു. റെഗുലർ കുറച്ച് കനം കുറവായിരിക്കും കേട്ടാ, ബോൾഡ് കുറച്ച് കനം കൂടി. ഹെവി പറഞ്ഞാൽ കുറച്ചും കൂടി കനം കൂടി. ഹെവി ഇറ്റാലിക് പറഞ്ഞു കഴിഞ്ഞാൽ കനം കൂടിയിട്ട് ഒന്ന് ചരിഞ്ഞു. അങ്ങനെ കുറേ ഡിഫറൻസ് ഉണ്ട്. ഇറ്റാലിക്, മറ്റേ ബോൾഡ്, മറ്റേ കണ്ടൻസ്ഡ്, അതിന് ഓരോന്നിനും ഓരോ സ്വഭാവമാണ്. അതായത് ഒന്നിനെ കനം കൂടും, അല്ലെങ്കിൽ ഹൈറ്റ് കൂടും, അല്ലെങ്കിൽ ചരിയും. ഈ 3 കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ടാവും ഫോണ്ടിന്റെ ഫാമിലിയിൽ. അപ്പോൾ ഓരോ കനം കൂടുന്നതിനും ചെറിയ 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 ലെവലിൽ കനം കൂടും. 2 കനമല്ല. ബോൾഡ് ഇറ്റാലിക് പറഞ്ഞ ബോൾഡ് എന്നുള്ളത് ഒരു കനമല്ല. ബോൾഡും സെമി ബോൾഡ്, മീഡിയം, ലൈറ്റ്, തിന്നിയത് ഓരോ ലൈറ്റ് തിന്ന് പറയുന്നത് റെഗുലറിന് ചെറുതായിരിക്കും.
ചെറിയ ചെറിയ തിക്നെസ് ആയിരിക്കും ഉണ്ടാവുക. ബോൾഡ് പറഞ്ഞാൽ കൂടി കൂടി വരും. അതേപോലെ കണ്ടൻസ്ഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കണ്ടൻസ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലെറ്ററിന്റെ എന്താ പറയുക ഹൈറ്റ് കൂടി കൂടി വരും. അതായത് ചെറിയ വീതിയുള്ള ലെറ്റർ ഹൈറ്റ് കൂടി 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 വരും. അതേപോലെ സ്ലാൻഡ് എന്ന് പറയുന്നത് ഇറ്റാലിക് ചെരിഞ്ഞ് ചെരിഞ്ഞ് വരും. ഓക്കെ, ഇങ്ങനെ 3 കാര്യങ്ങൾ ഫോണ്ടിന്റെ ഇതിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ ഫോണ്ടിലും ഉണ്ടാവില്ല. ഇപ്പം ഇതിന് ഇമ്പാക്ട് എന്നൊരു ഫോണ്ട് ഉണ്ട്. ഇമ്പാക്ട് എന്നൊരു ഫോണ്ട്, ഇതാണ് ഫോണ്ട്. ഇതാണ് ഫോണ്ടിന്റെ പേര്. ഇതിൽ റെഗുലർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം എന്താണ്, അവർ അത് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതാണ് രണ്ടാമതുള്ളത്. മൂന്നാമതാണ് ഫോണ്ടിന്റെ സൈസ്. ഫോണ്ടിന്റെ സൈസ് നമുക്ക് ഇപ്പം 79 പോയിന്റാണ്. പോയിന്റിലായിരിക്കും വരിക. PT എന്നാണ് പറയുക, പോയിന്റിലായിരിക്കും വരിക. അതിൽ നമുക്ക് ഡ്രോപ്പ് ഡൗണിൽ 6 മുതൽ 72 പോയിന്റ് വരെ നമുക്ക് ഫോണ്ട് സൈസ് കിട്ടും. അപ്പോൾ ഇതിൽ ഈ ലെറ്റർ സെലക്ട് ചെയ്യാൻ പറയുന്നത് എങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ആയിരിക്കണം. അല്ലാതെ എങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഫോണ്ട് സൈസ് മാറ്റിയാൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ 6 പോയിന്റ് ചെറുതായി. ഞാൻ അതിനെ തന്നെ Ctrl+C അടിച്ചു, എൻ്റർ അടിച്ചിട്ട് Ctrl+V അടിച്ചു. രണ്ടാമത്തെ ലെയർ മാത്രം സെലക്ട് ചെയ്തിട്ട് ഞാനൊരു 12 കൊടുത്തു കേട്ടോ, 12 പോയിന്റ്. അടുത്ത ലൈന് സെലക്ട് ചെയ്തിട്ട് 24 കൊടുത്തു. അടുത്ത ലൈന് സെലക്ട് ചെയ്തു 48 കൊടുത്തു. അടുത്ത 72 ആ, ഇത് 72 പോയിന്റ്, ഇത് 48, 24, 12, 6. ഓക്കെ, ഇപ്പോൾ കേട്ടോ വലിപ്പം വ്യത്യാസമുണ്ട്. 72-ൽ കൂടുതൽ വേണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. 72 ഞാൻ 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള ഫോണ്ട് സൈസാണ് ഈ 6 മുതൽ 72 വരെ ഉള്ളത്. 100, 120 വരുമ്പോൾ വലിയ വലിയ ബാനറിലൊക്കെ വരുള്ളൂ. അപ്പോൾ എനിക്ക് ചെറിയ എന്താ പറയുക മാഗസീനിലൊന്നും വലുതായിട്ട് വരില്ല. അത് 72 വരെ മാക്സിമം വരുള്ളൂ. ഈ ഫോണ്ടിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. അതേപോലെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാറ്റാം. അത് ഇൻഡിവിജ്വലായി പ്രീസെറ്റ് ആയിട്ട് സൈസുകൾ ഉണ്ടാവും. അതല്ലാതെ ഇവിടെ T എന്ന് എഴുതിയിട്ടില്ലേ, അതിൽ മൗസ് കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇടത്തോട്ട് നീക്കിയാൽ ചെറുതാവും, വലത്തോട്ട് നീക്കിയാൽ വലുതാവും. കണ്ടാ, എത്ര വലുത് വേണമെങ്കിൽ പോകും. അതേപോലെ നമുക്ക് ഷോർട്ട് കട്ട് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിന് സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് കൺട്രോളും ഷിഫ്റ്റും പിടിക്കുക. എന്നിട്ട് ഇതിന്റെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഒരു ബട്ടൺ ഉണ്ടാവും, M എന്നുള്ള ലെറ്ററിന് ശേഷം. അതിന് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡോട്ടാണ് ഇതിൽ കാണിക്കുന്നത്. ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലുതാവും, കോമായിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതാവും. ഓക്കെ, ഷോർട്ട് കട്ട് വഴി ചെയ്യാം.